മോളെ, ഞാൻ കുറച്ച് ദിവസത്തേക്ക് തീർത്ഥയാത്രയ്ക്ക് പോവാട്ടോ. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു 2 പിള്ളേരുടെയും കല്യാണം കഴിഞ്ഞ് തീർത്ഥയാത്രയ്ക്ക് പോണമെന്ന്. എൻ്റെ 2 പിള്ളേരെയും ഞാൻ കൂടെ കൂട്ടുവാട്ടോ. 2 പേരും കൂടെ ചേർന്ന് നന്നായി നോക്കണേ വീട്. പക്ഷെ അമ്മ എനിക്കത് എന്ത് പറ്റി ശിവാനി, പറ. ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് എന്റെ വീട്ടിലൊന്ന് പോണെന്ന്. ആ, അതിനിപ്പോ എന്താ? നീ പൊക്കോ നിന്റെ വീട്ടിൽ. ഇളയ മരുമകൾ പാറുൾ നോക്കിക്കോളും. ഇല്ല ഇല്ല അമ്മ, ഞാൻ ഒറ്റയ്ക്ക് എന്തിനാ ഇവിടെ നിൽക്കുന്നേ? എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാ. എന്നാ പിന്നെ നീയും നിന്റെ വീട്ടിൽ പോയിക്കോ. അത് വേണ്ട, എന്റെ വീട് ദൂരത്തല്ലേ. ഒരാഴ്ചത്തേക്ക് ഞാൻ എങ്ങനെയാ പോകുന്നേ? ഇത്രയും ദൂരത്താവുമ്പോ ഒരു മാസമെങ്കിലും അവിടെ നിൽക്കണ്ടേ ഞാൻ? അത് പറഞ്ഞത് ശരിയാ. എന്നാ നീ നിന്റെ ചേട്ടത്തിയുടെ കൂടെ അവളുടെ വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? വാ പാരില്ല എന്റെ കൂടെ, നമുക്ക് അവിടെ പോയി അടിച്ചു പൊളിക്കാം. പകരം വീട്ടാനായിട്ട് നല്ലൊരു അവസരമാണിത്. ഇവിടെ അവര് നല്ല രീതിയിലാ നിക്കുന്നേ. അമ്മയാണെങ്കി ഇവര് കാരണം എന്നെ വഴക്കും പറയും. അവിടെ ചെന്നാലേ ഇവർക്ക് തന്നെ ഒരു പണി കൊടുക്കാല്ലേ. അടുത്ത ദിവസം ഗായത്രി അവരെ 2 പിള്ളേരെയും കൊണ്ട് തീർത്ഥയാത്രയ്ക്ക് പോകും. അപ്പുറത്ത് ശിവാനിയും പാറുലും കൂടെ ചേർന്ന് പാക്കിംഗ് തുടങ്ങും. ശിവാനി വീട് മുഴുവൻ വൃത്തിയാക്കുന്ന സമയത്ത് പാറുലിന് ശിവാനിയുടെ സൂട്ട് കേസിലായിരുന്നു നോട്ടം മുഴുവനും. നോക്കട്ടെ ചേട്ടത്തി എന്തൊക്കെയാണ് പെട്ടിയിലെടുത്ത് വച്ചേക്കുന്നതെന്ന്. പാറുൽ ശിവാനിയുടെ പെട്ടി തപ്പാനായിട്ട് അങ്ങോട്ടേക്ക് പോകും. ഓ, അമ്മയ്ക്ക് സാരി, പിള്ളേർക്ക് കളിപ്പാട്ടം, ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ പൈസ. ജോലിയൊക്കെ കഴിഞ്ഞ് ശിവാനി കുളിക്കാൻ പോകുന്ന സമയം പാറുൽ അതിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് മാറ്റിവെക്കും. ഡ്രൈ ഫ്രൂട്ട്സും കളിപ്പാട്ടും മാറ്റും. സാരിയും കുറച്ച് കീറി വെക്കും. ഇനി കാണണല്ലോ ചേട്ടത്തി അവിടെ പോയി എങ്ങനെ ചെത്തൂന്ന്. പാറുലിന് ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല ചേട്ടത്തിയുടെ വീട്ടിൽ പോകാൻ. അവിടെ ചെന്ന് അവൾക്ക് ബോറടിക്കുന്നായിരുന്നു അവളുടെ വിചാരം. ശിവാനിയുടെ 7 വയസ്സുള്ള മകളെ കാണുമ്പോ അവൾ പറയും, സത്യം പറ സിയ, നിനക്ക് അമ്മയുടെ വീട്ടിൽ പോയി ബോറടിക്കൂലേ? ഇല്ല ചിറ്റേ, അവിടെ പോയാൽ നല്ല രസമാണ്. അമ്മുമ്മ എനിക്ക് പുതിയ കളിപ്പാട്ട ഉടുപ്പൊക്കെ വാങ്ങിത്തരും. പിന്നെ മാമൻ എന്റെ കൂടെ കളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ മാമി എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കിത്തരും. ഇത് പറഞ്ഞ് സിയ അവിടെ നിന്നങ്ങ് പോകും. ഈ സിയ കുട്ടിയാണെങ്കിൽ അവരുടെ ആൾക്കാര് തന്നെയാണ്. എന്തെങ്കിലും ആവട്ടെ, ഇവിടെ ഇരുന്ന് ബോറടിക്കണേക്കാളും നല്ലതാ. അവിടെ ചെന്ന് ഇവർക്കൊക്കെ പണി കിട്ടുന്നത് കാണാൻ. അടുത്ത ദിവസം രാവിലെ പാറുലും ശിവാനിയും ഒരു ക്യാബ് ബുക്ക് ചെയ്ത് ശിവാനിയുടെ വീട്ടിലെങ്ങെത്തും. അമ്മേ, എന്തുണ്ട് വിശേഷം? ചേട്ടാ, ചേട്ടത്തി, എന്റെ ബണ്ടു, നീ എങ്ങനെയുണ്ട്? നന്നായിരിക്കണം മോളെ. ശിവാനി, നീ അകത്ത് വാ. ആഹാ, പാരലും വന്നിട്ടുണ്ടോ? നമസ്കാരം ആന്റി. ഹലോ എവ്രിവൺ. കുറച്ചേരം കഴിയുമ്പോൾ ശിവാനിയുടെ ചേട്ടത്തി കുറച്ച് സ്നാക്സും കൂൾ ഡ്രിങ്ക്സും കൊണ്ടുവരും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ആഹാരം ഉണ്ടാക്കണ തിരക്കിലാകും. കുറച്ചേരം കഴിയുമ്പോൾ പാറുൽ നേനയുടെ അടുത്തേക്ക് അടുക്കളയിൽ പോകും. ചേട്ടത്തി, ഞാൻ സഹായിക്കട്ടെ? അയ്യോ വേണ്ട, നിങ്ങള് അതിഥികളാണ്. ശിവാനി റെസ്റ്റ് എടുക്കുക, നീയും പൊക്കോ. ഇല്ലില്ല, ഒറ്റയ്ക്ക് എങ്ങനെ ഇത്ര ജോലി ചെയ്യണേ? നിങ്ങളുടെ നാത്തോനാണെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന ഒരു ശീലമല്ലേ. വീട്ടിലാണെങ്കിലും ഞാൻ തന്നെയാ ജോലിയൊക്കെ ചെയ്യുന്നേ. ആ ചേട്ടത്തി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിക്ക്. ശിവാനി ചേട്ടത്തി എപ്പോഴെപ്പോഴും ഇങ്ങോട്ടേക്ക് വരുന്നത് അത് ശരിയായിട്ട് തോന്നുന്നുണ്ടോ? ഇവിടെ വന്ന നേന ചേട്ടത്തിക്ക് ജോലിയാണ്, ചേട്ടത്തിയാണെ റെസ്റ്റ് കൊടുക്കും. ഇത് അവളുടെ വീടല്ലേ, ഇവിടെ വരാൻ അധികാരം ഉണ്ടല്ലോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവരെ കൊണ്ടൊന്നും ജോലി ചെയ്യിപ്പിക്കാറേ ഇല്ല. നിനക്കിത് എന്നോട് പറയാൻ തോന്നിയില്ലേ, അത് മതി. പാറുൽ അടുക്കളയിൽ നിന്ന് അങ്ങ് പോകും. പാറുൽ നേരെ ശിവാനിയുടെ അമ്മയുടെ അടുത്തേക്ക് മുറിയിലേക്ക് പോകും. ആന്റിങ്ങ ഇവിടെ ഇരുന്നോട്ടെ. ആ മോളെ, നീ വന്നിവിടെ ഇരിക്കുക. എന്നാ എന്തു പറ്റി ആന്റി? എന്തെങ്കിലും വിഷമമുണ്ടോ? കണ്ടിട്ട് അങ്ങനെ തോന്നി. ഇല്ല മോളെ, അങ്ങനൊന്നും ഇല്ല. പറ ആന്റി. അത് വേറൊന്നുമല്ല. ശിവാനി മോളിതാ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സേ കൊണ്ടുവന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഞാനിതിൽ നിന്ന് എങ്ങനെ കൊടുക്കാനാ? ഇത് കൊള്ളാലോ, ഒരു പ്ലാനെങ്കിലും വർക്കായല്ലോ. ശിവാനി ചേട്ടത്തി ചെയ്തത് ശരിയല്ല. ചേട്ടനാണെ നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട്, പിന്നെന്താ ഇങ്ങനെ ഒരു പിശുക്ക്? ഞങ്ങളൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കൈ നിറയെ സാധനങ്ങൾ കൊണ്ടാ പോണത്. എനിക്ക് കുഴപ്പമില്ല, സമൂഹം എന്ത് പറയും? ആന്റി വിഷമിക്കണ്ട, തല തടവിത്തരാം, വേദന പോട്ടെ. കുറച്ചു ദിവസം കഴിയുമ്പോൾ പാറുലിന് അവളുടെ അമ്മായിയുടെ ഫോൺ വരും. പാറുൽ മോളെ, എന്തുണ്ട്? അമ്മായി, എന്തുണ്ട്? തീർത്ഥയാത്രയ്ക്ക് എങ്ങനെ പോകുന്നു? നീ പറ. നിനക്കവിടെ കുഴപ്പമില്ലല്ലോ, ബോറടിക്കുന്നില്ലല്ലോ, നിന്നെ അവിടെ നന്നായിട്ട് നോക്കുന്നില്ലേ? ഞാൻ എന്തു പറയാനാ, ഞാൻ വന്നപ്പോ തൊട്ടേ എല്ലാവരും ശിവാനി ചേട്ടത്തിന്റെ പുറകെയാ. എന്നോട് ആരും മിണ്ടാനില്ല. ഇന്നലെ നേന ചേട്ടത്തെയും ശിവാനി ചേട്ടത്തെയും ഷോപ്പിങ്ങിന് പോയി. ഞാൻ ഇവരുടെ അടുത്ത് കയറി അങ്ങ് മിണ്ടാൻ പോകുന്നേ, പക്ഷെ ഇവരങ്ങ് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഇതിനേക്കാളും നല്ലത് ഞാൻ എന്റെ വീട്ടിൽ പോന്നായിരുന്നു. ഇത്ര അപമാനം എനിക്ക് സഹിക്കണ്ടായിരുന്നല്ലോ. എന്ത്? ശിവാനിയുടെ വീട്ടുകാരിങ്ങനെ ചെയ്യൂന്ന് ഞാൻ കരുതിയില്ല. നീ പറ, ശിവാനി എവിടെ പോയി കിടക്ക?
ചേട്ടത്തി അമ്മയായിട്ട് റൂമിൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. നേന ചേട്ടത്തിയാണ് അടുക്കളയിൽ ആഹാരം ഉണ്ടാക്കുക. ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ. ഞാൻ പെട്ടെന്ന് വരാൻ ശ്രമിക്കാം മോളെ. അതുവരയ്ക്ക് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. അമ്മായി ഇതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. പാറുലിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. യെസ്, ഒരു വിക്കറ്റ് കൂടെ സെറ്റായി. കുറച്ചു ദിവസം കഴിയുമ്പോൾ വീട്ടിലേക്ക് ശിവാനിയുടെ അമ്മായിയും 2 ആൺമക്കളും വരും. അവരെല്ലാരും അകത്തേക്ക് വരും. എല്ലാവരും അവരുടെ കാല് തൊട്ടു തൊഴും. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? പറയൂ. എല്ലാം നന്നായിട്ട് പോയി. എന്തായാലും നന്ദിയുണ്ട് കേട്ടോ നിങ്ങളോട്. 2 മരുമക്കളെ ഇവിടെ വീട്ടിൽ നിർത്തിയില്ലേ? എന്റെ ചേച്ചി എന്ത് സംസാരോ ഇത് സംസാരിക്കുന്നേ? എന്റെ മക്കളല്ലേ 2 പേരും. പാറൽ ചെറുതല്ലേ, അവള് ചെറിയ കുറുമ്പത്തിലൊക്കെ കാണിക്കും, അറിയാലോ. അതെനിക്ക് ആദ്യമേ പിടികിട്ടി. അടുത്ത ദിവസം രാവിലെ എല്ലാരും തിരിച്ചു വീട്ടിലേക്ക് പോവാൻ റെഡിയായി. ശിവാനിയുടെ അമ്മ പാറുലിനോട്, മോളെ ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. അടുത്ത പ്രാവശ്യം വരുമ്പോഴേ മനസ്സ് ശുദ്ധീകരിച്ച് വരണം. അതെന്താ അങ്ങനെ? കാര്യം ഞാൻ പറയാം. ഇത് നോക്ക്. ഇത് അന്ന് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സിന്റെ കവറല്ലേ? പിന്നെ ബണ്ടുന്റെ കളിപ്പാട്ടം ഞാൻ ബാഗിൽ വെച്ചത്. ഇതെതാ നീ മാറ്റിവെച്ച നിന്റെ പൈസ ഇവിടെ ഉണ്ട്. പാറുൾ, നിനക്ക് ശിവാനിയോട് ഇച്ചിരി കുശുമ്പുണ്ടെന്ന് ആദ്യമേ നമുക്കറിയാം. വൈരാഗ്യം വീട്ടാനായിട്ട് ഇത്രയും തരംതാഴ്ന്ന കാര്യങ്ങൾ ചെയ്യുന്നു കരുതിയില്ല. ഇങ്ങനത്തെ പണി ഒപ്പിച്ച് ഞങ്ങളെ നാണം കെടുത്തിയല്ലോ നീ. ശിവാനിയുടെ അമ്മയും ചേട്ടത്തിയും ഒക്കെ എന്നോട് പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം. എനിക്ക് ചേട്ടത്തിയോട് ഇച്ചിരി കുശുമ്പുണ്ട്. ഭയങ്കര സുന്ദരിയാതാ. പിന്നെ എല്ലാവർക്കും ചേട്ടത്തിയല്ലേ ഇഷ്ടം. എല്ലാരും എന്നോട് ക്ഷമിക്കണം. പാറുൾ ചെയ്ത തെറ്റ് അവൾക്ക് മനസ്സിലായി. അവൾ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയും ചെയ്യും. ചെറുതല്ലേന്ന് വിചാരിച്ച് എല്ലാവരും അവളോട് ക്ഷമിക്കും. സന്തോഷത്തോടെ എല്ലാവരും തിരിച്ച് വീട്ടിൽ വരും. രാവിലെ തന്നെ വിവാഹ അതിഥികളെ കൊണ്ട് നിറഞ്ഞ് ഒരു ബസ് ഗ്രാമത്തിലെത്തി. എല്ലാവരും വാഹനത്തിൽ നിന്നിറങ്ങി വീടുകളിലേക്ക് പോയി. പക്ഷെ ഗജോദർ, അദ്ദേഹത്തിന്റെ വധു മമത, സഹോദരി പായൽ, വൃദ്ധരായ മാതാപിതാക്കൾ എന്നിവർ ബസ്സിൽ തന്നെ ഇരുന്നു. നമ്മൾ ഇവിടെ ഈ ബസ്സിൽ തന്നെ ഇരിക്കാൻ പോവുകയാണോ? എനിക്ക് എന്റെ ഭർത്താവിന്റെ വീട് കാണണം. അപ്പോൾ എല്ലാവരും പരസ്പരം നോക്കാൻ തുടങ്ങി. ആരും തന്നെ അതിന് മറുപടി പറഞ്ഞില്ല. നിങ്ങൾ എന്താണ് ഒന്നും മിണ്ടാത്തത്? എനിക്ക് എന്റെ ഭർത്താവിന്റെ വീട് കാണണം. വാ, നമുക്കും താഴേക്കിറങ്ങാം. ചേട്ടത്തി, ഈ ബസ് തന്നെയാണ് നിങ്ങളുടെ വീട്. ഞങ്ങളുടെ പക്കൽ വേറെ വീടൊന്നുമില്ല. ഇത് കേട്ട് മമതയുടെ കാലിനടിയിലെ ഭൂമി ഒലിച്ചു പോകും പോലെ തോന്നി. പക്ഷേ ഇവർക്ക് ബസ്സുണ്ടെങ്കിൽ പിന്നെ വീട് എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഈ ബസ്സാണോ ഇനി ജീവിതകാലത്തേക്ക് മമതയുടെ ഭർതൃഗൃഹം? ഇതെല്ലാം അറിയാൻ കഥയിൽ നമുക്ക് അല്പം പിന്നോട്ടു പോകേണ്ടതുണ്ട്. ഗജോദർ റാംപൂർ ഗ്രാമത്തിൽ തന്റെ മാതാപിതാക്കൾക്കും അനുജത്തി പായലിനുമൊപ്പം ഒരു ചെറിയ വീട്ടിലായിരുന്നു താമസം. അയാൾ ഒരു ബസ് ഡ്രൈവർ ആയിരുന്നു. വരൂ റാംപൂരിലെ ജനങ്ങളെ വരൂ. റാംപൂരുകാരെ വേഗം വരൂ, വേഗം വരൂ. വരൂ റാംപൂരിലെ ജനങ്ങളെ വരൂ. ഇത് റാംപൂരിലേക്ക് പോകുമോ? ഹേ അങ്കിൾ, നിങ്ങൾക്കെന്താ കേട്ടൂടെ? എത്ര സമയമായി ഞാൻ തൊണ്ടവെട്ടി നിലവിളിക്കുന്നു. നിങ്ങൾ ഡ്രൈവർമാർക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ലേ? ഞാൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടല്ലേ ചോദിച്ചത്. വേഗം ഇരിക്കൂ, ബസ് നിറഞ്ഞിരിക്കുന്നു. എന്തൊരു ജീവിതമാണ്. കണ്ടക്ടറായും ഡ്രൈവറായും ഞാൻ തന്നെ ജോലി ചെയ്യണം. അയാൾ ബസ്സിൽ കയറി. അങ്ങനെ അവർ പുറപ്പെട്ടു. കുറച്ചു സമയത്തിൽ അവർ റാംപൂരിൽ എത്തിച്ചേർന്നു. വരൂ റാംപൂരിലെ ജനങ്ങളെ വരൂ. അങ്ങനെ എല്ലാവരും ബസ്സിൽ നിന്നിറങ്ങി. അതിനുശേഷം ഗജോദർ ആ ബസ് തന്റെ വീടിന് മുന്നിൽ ഒതുക്കിയ ശേഷം വീടിനുള്ളിലേക്ക് പോയി. അകത്ത് ചെന്ന് നോക്കിയപ്പോൾ പണ്ഡിറ്റ് ജി വന്നിട്ടുണ്ടായിരുന്നു. ഓ പണ്ഡിറ്റ് ജി, ഞങ്ങൾ ഹോമം ഒന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. നിങ്ങൾ പിന്നെ എന്തിനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്? ഗജോദർ, നിനക്കൊരു നല്ല ആലോചനയുമായിട്ടാ വന്നിരിക്കുന്നത്. ഇപ്പോ നീ നല്ലൊരു ബസ് ഡ്രൈവറായി മാറിയിരിക്കുന്നു. ഇനി ഒരു വിവാഹമൊക്കെ കഴിക്ക്. എന്നിട്ട് വേണ്ടേ നിന്റെ പെങ്ങളെ ആർക്കെങ്കിലും കൈപിടിച്ചു കൊടുക്കുവാൻ. പണ്ഡിറ്റ് ജി, ഞാൻ ഈ ബസ് വാടകയ്ക്കാണ് ഓടിക്കുന്നത്. ഞാൻ ആ ബസിന്റെ ഉടമയല്ല. മകനെ, ഈ ഗ്രാമത്തിലെ നിന്നെക്കാളും ദരിദ്രരായവരിൽ ഭൂരിഭാഗവും വിവാഹിതരായി. നിങ്ങൾക്കും ഒരു നല്ല ജീവിതം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ എപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അനുസരിക്കുന്നത്. എങ്കിൽ ശരി പണ്ഡിറ്റ് ജി, ഞാൻ ഇപ്പോൾ തന്നെ പെണ്ണ് കാണാൻ പോകാൻ തയ്യാറാണ്. നീ ഇപ്പോൾ തന്നെ കുതിരപ്പുറത്ത് കയറിയോ? രാത്രിയാവാറായി. ഇനി നാളെ നമുക്ക് സമാധാനമായി പോയി വരാം. ഇല്ല പണ്ഡിറ്റ് ജി, ഞാനൊരു ഡ്രൈവറാണ്. എപ്പോൾ സമയം കിട്ടും എപ്പോൾ കിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ പോകണം. എല്ലാവരും പെട്ടെന്ന് തയ്യാറായി ബസ്സിൽ കയറി പെൺകുട്ടിയെ കാണാനായി പുറപ്പെട്ടു. പെൺകുട്ടിയുടെ പേര് മമത എന്നായിരുന്നു. ഇരുവർക്കും പരസ്പരം കുടുംബത്തെ ഇഷ്ടപ്പെട്ടു. വിവാഹവും അതേ ദിവസം തന്നെ നിശ്ചയിച്ചു. അങ്ങനെ ഗജോദരന്റെ വിവാഹം ഗ്രാമം മുഴുവൻ പരന്നു. കാരണം എല്ലാവർക്കും അവനെ അറിയാമായിരുന്നു. മറുവശത്ത് ഒരു ഗ്രാമത്തലവനുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം തന്റെ അക്കൗണ്ടന്റിനോട് പറഞ്ഞു, മുനീംജി, ഗജോദാറിന്റെ വിവാഹം നാളെയാണ് കേട്ടല്ലോ. ശരിയാണ് പ്രധാൻജി. പാവം അയാൾ നമുക്കും വിവാഹ ക്ഷണക്കത്ത് തന്നതല്ലേ. അപ്പോൾ നമ്മളും പോകണ്ടേ? വിവാഹം തന്നെ ഇല്ലാത്തപ്പോൾ പിന്നെ വിവാഹ ആഘോഷത്തിന് നിങ്ങൾ എങ്ങനെ പോകും? എനിക്ക് അത് മനസ്സിലായില്ല പ്രധാൻജി. ഓർത്തു നോക്കൂ,
കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഗജോദാറിന് ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് അവന്റെ അമ്മയുടെ ആരോഗ്യം വളരെയധികം വഷളായിരുന്നു. അവർക്ക് ഓപ്പറേഷൻ നടത്തുവാൻ ഗജോദാർ എന്റെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. അത് ഇന്നുവരെ തിരിച്ചടച്ചിട്ടില്ല. ഇപ്പോൾ അവൻ ഒരു ബസ് ഡ്രൈവറൊക്കെ ആയി. അവന്റെ വിവാഹവും ഉറപ്പിച്ചു. അതിനർത്ഥം അവന്റെ കയ്യിൽ ഇപ്പോൾ ധാരാളം പൈസ ഉണ്ടാകുമെന്നാണ്. വിവാഹത്തിന് മുൻപ് തന്നെ എങ്ങനെയെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് ആ പണം വാങ്ങണം. ആ പ്രധാൻജി, രേഖകൾ അനുസരിച്ച് പറഞ്ഞ സമയത്ത് അവന് പണം തിരികെ നൽകുവാൻ കഴിയുന്നില്ലെങ്കിൽ അയാളുടെ വീടും മുഴുവൻ ഭൂമിയും നിങ്ങളുടെ പേരിലായി മാറുന്നതാണ്. ഇപ്പോൾ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞാൽ അവന്റെ വീട് ഇപ്പോൾ തന്നെ ജപ്തി ചെയ്യാം. ശരി, ഇന്ന് വൈകുന്നേരം ഞാൻ നിങ്ങളോടൊപ്പം അവന്റെ വീട്ടിലേക്ക് വരാം. അവൻ പണം തന്നാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അവന്റെ വീടും കൃഷിയിടവും ജപ്തി ചെയ്യാം. വൈകുന്നേരം ഗജോദർ വന്നയുടൻ പ്രധാൻജിയും മുനീംജിയും അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് കണ്ടു. നോക്ക് ഗജോദാർ, ഞങ്ങൾ ഇതുവരെ നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്നത്തെ ദിവസം കൊണ്ട് നമ്മുടെ കരാർ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾ ഇന്ന് തന്നെ എന്റെ പണം തിരിച്ചു തരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വീടും കൃഷിയിടവും എന്റേതായി മാറും. എന്റെ കൈവശം അത്രയും പണം ഒറ്റയടിക്ക് എനിക്ക് നൽകാൻ കഴിയില്ല. ഞാൻ ബസ് ഓടിക്കാൻ തുടങ്ങിയിട്ട് വെറും 6 മാസമേ ആയിട്ടുള്ളൂ. ഞാൻ വിവാഹശേഷം നിങ്ങളുടെ പണം പതുക്കെ തിരികെ തരാമെന്നാ വിചാരിക്കുന്നത്. പക്ഷേ ഈ കടലാസുകൾ അനുസരിച്ച് പണം നൽകുവാനുള്ള സമയം ഇന്നുവരെ മാത്രമായിരുന്നു. പണമില്ലെങ്കിൽ വീട് ഒഴിയണം. പ്രധാൻജി, ഈ ഗ്രാമത്തിലെ നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെയല്ലേ ജീവിക്കുന്നത്? കുറച്ചെങ്കിലും ഞങ്ങളെ ഒന്ന് വിശ്വസിക്കൂ. ഒരു കുടുംബം എന്ന നിലയിൽ ഇതുവരെ ഞാൻ നിങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നിയമം എന്നൊന്നില്ലേ കൂട്ടരെ? ഒന്നെങ്കിൽ പണം തിരികെ തരൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് രാത്രിയോടെ തന്നെ നിങ്ങളെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കും. അതെ മുനീംജി, ഇവർക്ക് 2 മണിക്കൂർ കൂടെ കൊടുക്കാം. ഇത്രയും പറഞ്ഞ് പ്രധാൻജിയും മുനീംജിയും അവിടെ നിന്ന് പോയി. ഗജോദറിന്റെ കുടുംബം ആശങ്കാകുലരായി നിന്നു. നാളെ നിങ്ങളുടെ വിവാഹമല്ലേ? ഇന്ന് ഈ വീട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായാൽ ആ വിവാഹം നടക്കില്ല. പിന്നെ സംഭവിച്ചത് ഇതാണ്. 2 മണിക്കൂറിന് ശേഷം പ്രധാന ചില ആളുകൾ വന്നു. ഗജോദറിന്റെ കുടുംബത്തെ അവരുടെ സാധനങ്ങൾക്കൊപ്പം പുറത്താക്കി. അങ്ങനെ ഗജോദറിന്റെ കുടുംബം അവരുടെ എല്ലാ സാധനങ്ങളും എടുത്ത് ബസ്സിൽ കയറി ഗ്രാമത്തിൽ നിന്നും യാത്രയായി. ഇതല്ലാതെ മറ്റു വഴിയില്ലായിരുന്നു. അങ്ങനെ പിറ്റേന്ന് ഗജോദർ വിവാഹ ഘോഷയാത്രയുമായി ബസ്സിൽ പോയി. ബസ്സിൽ തന്നെ തിരികെയും വന്നു. ഇനി വീണ്ടും ഇപ്പോഴത്തെ കഥ ഒന്ന് കേൾക്കാം. ഇതാണോ കാര്യം? പക്ഷെ വിഷമിക്കേണ്ട. ഇപ്പോൾ നിങ്ങൾ എന്റെ കുടുംബമാണ്. നിങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഞാനും പങ്കുചേരുന്നു. അങ്ങനെ അവരെല്ലാവരും ബസ്സിൽ തന്നെ ഇരിക്കാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ, ഈ ബസ് എന്റേതല്ല. പണം സമ്പാദിക്കാൻ എനിക്കിത് ഓടിക്കേണ്ടി വരും. അല്ലെങ്കിൽ ബോസ് ഇതും എന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങും. നിങ്ങൾ ബസ്സുമായി പോയിക്കോളൂ. ഞങ്ങൾ ഇവിടെ ഈ കാട്ടിൽ തന്നെ ഇരുന്നോളാം. മകളെ, നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഉടൻ തന്നെ അവൾ അവളുടെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് തിരിച്ചു പോയേനെ. അതേ ചേട്ടത്തി, ശരിക്കും നിങ്ങൾ വളരെ നല്ലതാണ്. അങ്ങനെ ഗജോദർ പകൽ മുഴുവൻ ബസ് ഓടിച്ചു. രാത്രി അവൻ ബസ്സുമായി കാട്ടിലേക്ക് പോകും. എല്ലാവരും ഒരുമിച്ച് ബസ്സിൽ കിടന്നുറങ്ങും. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം ബസ് ഉടമ പറഞ്ഞു, ബസ് പാർക്ക് ചെയ്യാൻ ഞാനൊരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഇനി നീ പകൽ മുഴുവനും ബസ് ഓടിച്ച് രാത്രി ബസ് ഇവിടെ തന്നെ ഇടണം. വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അത് കേട്ട് ഗജോദർ വിഷമിച്ചു. അവനൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. കാരണം ഇപ്പോൾ ആ ബസ് അവന്റെ വീടായിരുന്നു. അതുകൊണ്ട് ഗജോദർ കാര്യങ്ങളെല്ലാം തന്റെ ബോസിനോട് തുറന്നു പറഞ്ഞു. ബോസ്, എന്റെ നവവധുവും വീട്ടുകാരും കാട്ടിൽ അലഞ്ഞു തിരിയുകയായിരിക്കും. ഞാൻ രാത്രിയിൽ ബസ് കൊണ്ടുചെന്നില്ലെങ്കിൽ അവരെല്ലാവരും എവിടെ കിടക്കും? ഈ ബസ് തന്നെയാ അവരുടെ വീട്. നിങ്ങൾക്ക് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായോ? വിവാഹ ദിവസം തന്നെ ആ പ്രധാൻ നിങ്ങളുടെ വീട് തട്ടിയെടുത്തോ? എന്നിട്ട് നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞതുപോലുമില്ല. നിങ്ങൾ ഡ്രൈവർമാരെല്ലാവരും എന്റെ കുടുംബം പോലെയാ. നീ വന്ന സമയം മുതൽ 2 ബസ്സിൽ നിന്നും ഞാൻ 4 ബസ്സുകൾ വാങ്ങി. ഞാൻ നിനക്ക് പണം തരാം. പോയി ആ മേധാവിയുടെ മുഖത്തെറിഞ്ഞു കൊടുക്ക്. എന്നിട്ട് നിങ്ങളുടെ വീട് തിരിച്ചു വാങ്ങ്. ബോസ്, ഇന്നു മുതൽ നിങ്ങൾ എനിക്ക് ദൈവമാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ നിങ്ങളോട് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന്. നന്ദി പറയേണ്ട ആവശ്യം എന്താണ്? ഈ പണം നീ എനിക്ക് തിരിച്ചു തരണം, പതുക്കെ പതുക്കെ. പക്ഷെ ഇപ്പോൾ നീ ചെന്ന് നിന്റെ ഭാര്യയെ വീട്ടിൽ കൊണ്ടാക്ക്. വീട്ടിലെ സ്ത്രീകളെ പുറത്തുപേക്ഷിക്കരുത്. പിന്നെ വേഗം തന്നെ പണം സമാഹരിച്ച് വീട് ശരിയാക്ക്. പിന്നെ നീയും ഒരു ബസ് വാങ്ങ്. എന്റെ എല്ലാ ഡ്രൈവർമാരും എന്നും ഡ്രൈവർമാരായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അന്ന് രാത്രി തന്നെ ഗജോദർ പണം കൊടുത്ത് തന്റെ വീട് തിരികെ വാങ്ങി. അങ്ങനെ ഗജോദറിന്റെ കുടുംബം സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി.